നമസ്കാരം. കലാലോകത്തു നിന്നുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സകലകല ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. വിനയന്റെ 3D ചിത്രം ഡ്രാക്കുള റൊമേനിയയിൽ പുരോഗമിക്കുന്നു. ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും പരിസരങ്ങളിലുമാണ് ചിത്രീകരണം. സുധീറാണ് ഡ്രാക്കുളയെ അവതരിപ്പിക്കുന്നത്. ഡ്രാക്കുളയുടെ 1/3 ഭാഗങ്ങളാണ് വിദേശത്ത് ചിത്രീകരിക്കുന്നതെന്ന് സംവിധായകൻ വിനയൻ റൊമേനിയയിൽ നിന്ന് മനോരമ ന്യൂസിനോട് പറഞ്ഞു. ലോകപ്രശസ്തമായ കഥാപാത്രം മലയാളം സംസാരിക്കുകയാണ്. ഡ്രാക്കുളയുടെ വ്യത്യസ്തമായ ഒരു മുഖം മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് സംവിധായകൻ വിനയൻ. ഹൊറർ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ വിപണി തിരിച്ചുപിടിച്ച വിനയൻ സിനിമ ചിത്രീകരിക്കുന്നത് റൊമേനിയയിലും. യഥാർത്ഥ ഡ്രാക്കുള കോട്ട തന്നെയാണ് പശ്ചാത്തലം. പകലിന് ദൈർഘ്യം കൂടുതലായതിനാൽ രാവിലെ 7-ന് ആരംഭിക്കുന്ന ചിത്രീകരണം രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കും. റൊമേനിയയിലെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ വിനയൻ മനോരമ ന്യൂസിനോട് പങ്കുവച്ചു. റൊമാനിയയിലെ ട്രാൻസിൽവാനിയ എന്ന് പറയുന്ന ജില്ലയില് അവിടെ ബ്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ യഥാർത്ഥ നമ്മൾ ഡ്രാക്കുള കോട്ട എന്ന് പറയുന്ന ബ്രാൻ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ ഈ ഡ്രാക്കുള ബ്രാം സ്റ്റോക്കറുടെ നോവലുണ്ട്, വളരെ പ്രശസ്തമായ നോവൽ. ഈ നോവലിൽ ഡ്രാക്കുള കോട്ട വളരെ വളരെ ഫേമസ് ആണ്. പക്ഷെ അവിടെ വരാനും എന്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഈ എന്താ പറയാ ഭീകര മനുഷ്യന്റെ കോട്ട കാണാനും ഇവിടെ ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇവിടെ ഷൂട്ടിംഗ് നന്നായിട്ട് പോണു. എനിക്ക് തോന്നുന്നു ഇതൊരു 3Dയിൽ നിർമ്മിക്കുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൊറർ ചിത്രമാണ്. ഭയത്തിന്റെ മുൾമുനയിൽ പ്രേക്ഷകനെ നിർത്തുന്ന ഒരു എന്റർടൈനർ, സമ്പൂർണ്ണ എന്റർടൈനർ ആണ് ഈ ചിത്രം. ഇവിടെ ഹോളിവുഡ് ടെക്നീഷ്യന്മാരുടെ സഹായത്തോടുകൂടിയാണ് ഞങ്ങൾ ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്നത്. ഷൂട്ടിംഗ് നന്നായിട്ട് പോകുന്നു. ഡ്രാക്കുളയായി അഭിനയിക്കുന്നത് യുവനടൻ സുധീറാണ്. ഒപ്പം പുതുമുഖം ലക്ഷ്മി നമ്പ്യാരും. ഇവരാണ് റൊമേനിയയിലെ ചിത്രീകരണത്തിൽ പങ്കെടുത്ത പ്രധാന താരങ്ങൾ. ഇവർക്കൊപ്പം തദ്ദേശവാസികളും ക്യാമറയ്ക്ക് മുന്നിലെത്തി. റൊമേനിയയിലെ ജനങ്ങളിൽ നിന്ന് മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്ന് വിനയൻ പറഞ്ഞു. ഇവിടെ നമ്മള് അതിശയിച്ചു പോകുന്ന ഒരു സഹകരണമാണ് കിട്ടിയത്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഈ റൊമാനിയയില് ഹോളിവുഡ് ചിത്രങ്ങൾ മാത്രമേ ചിത്രീകരിക്കാറുള്ളൂ. വേറെ ഇപ്പോ ഏതോ ഒരു ഹിന്ദി പടം ചിത്രീകരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഹോളിവുഡ് ചിത്രങ്ങളാണ് കൂടുതലും ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോളിവുഡിന്റേതായ അവിടുത്തെ ഈ ശമ്പളമൊക്കെ വർക്കേഴ്സിന്റെ ഒക്കെ ഹോളിവുഡിന്റെ ശമ്പളമാണ്. എങ്കിൽ പോലും ഞങ്ങളിത് മലയാളം കേരളത്തിൽ നിന്ന് ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദി ചിത്രങ്ങളെ പറ്റിയും ദേവാനന്ദിനെ പറ്റിയും അമിതാഭ് ബച്ചനെ പറ്റിയൊക്കെ ഇവിടെ അറിയാം. അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ ഷാരൂഖ് ഖാൻ പോലും ഇവിടെ എത്തിയിട്ടില്ല ഈ സ്ഥലത്തും തോന്നുന്നു. കാരണം അപ്പോ ഇവിടെ ഇന്ത്യയിലുള്ള ഒരു കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒത്തിരി സഹകരണവും ഇവിടുത്തെ മോണിക്ക എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഞങ്ങളുടെ ഇതിന്റെ ഈ ഇംഗ്ലീഷിൽ കൂടി ചിത്രം എടുക്കുന്നുള്ളതിന്റെ ലൈൻ പ്രൊഡ്യൂസർ അവരാണ്. അപ്പൊ അവരോട് കേരളത്തിൽ നിന്ന് വന്ന ഒരു കൊച്ചി സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഒത്തിരി കൺസിഡറേഷൻസ് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു വർക്കേഴ്സ് പോലും തന്നിട്ടുണ്ട്. കാരണം ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇവിടുത്തെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്രെയിൻ്റെ ഓപ്പറേഷന് കുറഞ്ഞത് ഒരു 1,00,000 രൂപയോളം നമുക്കിവിടെ ചെലവാകും. ഞങ്ങൾക്ക് 75,000 റുപ്പീസിനതൊക്കെ കുറച്ച് തന്നു. 4 ഭാഷകളിൽ നിർമ്മിക്കുന്ന ഡ്രാക്കുളയുടെ അണിയറയിൽ ഹോളിവുഡ്, ബോളിവുഡ് കലാകാരന്മാരുമുണ്ട്. AR റഹ്മാൻ സംഘത്തിലെ അമേരിക്കൻ മലയാളി ബബിത് ജോർജാണ് സംഗീത സംവിധായകൻ. 14 ദിവസം നീണ്ടു നിൽക്കുന്ന വിദേശ ചിത്രീകരണത്തിന് 16-അംഗ മലയാളി സംഘമാണ് എത്തിയത്. ആലപ്പുഴ, കൊച്ചി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ഡ്രാക്കുള 3Dയുടെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കുക. തെലുങ്കിൽ നിന്നെത്തുന്ന സതീഷ് ഖാലിയാണ് ഡ്രാക്കുളയുടെ ഛായാഗ്രാഹകൻ. സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഡ്രാക്കുള മലയാളത്തിൽ പൂർത്തിയാകുന്ന പുതിയ 3D വിസ്മയം കൂടിയായിരിക്കും. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.